ഭരണകൂടത്തിന്റെ ക്രൈസ്തവ വിരുദ്ധ നയങ്ങളിൽ നട്ടം തിരിയുകയാണ് രാജ്യത്തെ കത്തോലിക്ക സഭയെന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ വീണ്ടും പുറത്തുവരുന്നു. നിക്കരാഗ്വയിലെ സാന്റാ മരിയ ഡി ഗ്വാഡലൂപ്പെ ഇടവക വികാരിയും മതകൽപ്പായ രൂപത സെമിനാരി റെക്ടറുമായ ഫാദർ ജാർവിൻ ടോറസ് അറസ്റ്റിലായ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇടവകയിലെ സഹകാരിയായ ലെസ്ബിയ റയോയും തടവിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ നിക്കരാഗ്വയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 13 വൈദികരെയാണ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും നാടുകടത്തപ്പെട്ട ബിഷപ്പ് റോലൻഡോ അൽവാരസിന്റെ രൂപതയായ മതകൽപ്പയിൽ നിന്നുള്ളവരാണ്. അതേസമയം തങ്ങളുടെ നയതന്ത്ര ഓഫീസുകൾ അടച്ചുപൂട്ടാൻ നിക്കരാഗ്വ 2023 മാർച്ചിൽ വത്തിക്കാനോട് ആവശ്യപ്പെട്ടിരുന്നു. നാടുകടത്തപ്പെട്ട ബിഷപ്പ് അൽവാരസ് ഇപ്പോൾ റോമിലാണുള്ളത്. ഇക്കഴിഞ്ഞയാഴ്ച വൈദിക പട്ടം സ്വീകരിക്കേണ്ടിയിരുന്ന ഡീക്കന്മാരുടെ തിരുപ്പട്ട ശുശ്രൂഷകൾ സർക്കാർ ഇടപെട്ട് നിർത്തിവെച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നിക്കരാഗ്വൻ ഏകാധിപത്യത്തിന് കീഴിൽ വലിയ പീഡനങ്ങളിലൂടെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്നത്.